എറണാകുളത്ത് IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മനോനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയേക്കും. നടിയുടെ അറസ്റ്റ് കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. സംഭവത്തിൽ 3 പേരെ ടൗൺ നോർത്ത് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. മിഥുൻ, അനീഷ്, സോനമോൾ എന്നിങ്ങനെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ മിഥുൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തെ ടൗണിലെ ബാറിലെ തർക്കത്തെ തുടർന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ വിഷയത്തിൽ നടിയെ എന്തായാലും അറസ്റ്റ് ചെയ്യാനാവില്ല, അത് കോടതി തടഞ്ഞിട്ടുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? ഇവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമോ? സജിത്ത്, ഇപ്പോൾ സെപ്റ്റംബർ 18 വരെയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സമയം വരെയും അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റ് 3 പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഈ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്ത് പറയുന്നു എന്നതാണ്. കാരണം ഹൈക്കോടതി നിർദ്ദേശം അവർക്ക് ജാമ്യം അനുവദിക്കണോ മറ്റു കാര്യങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അവർ ഉന്നയിച്ച ചില വാദങ്ങളുണ്ട്. അവർക്ക് നേരെയും ലൈംഗിക അധിക്ഷേപം ഉണ്ടായി, തുടർന്നാണ് ഈ ബഹളങ്ങൾ ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അവർക്ക് നേരെ ഈ ബിയർ കുപ്പി എറിയുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായെന്നതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റ് 3 പേരെയും തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോന എന്ന ഒരു യുവതി ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മിഥുൻ, വിനീഷ്, ഇങ്ങനെ 3 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ 3 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവരെക്കുറിച്ച്, ലക്ഷ്മി മേനോനെ കുറിച്ച് ഇവരുമായിട്ടുള്ളൊരു ബന്ധം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ്. ഏതായാലും ഈ 18-ാം തീയതി വരെ വിളിച്ച് വരുത്തേണ്ടതിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നതെല്ലാം തന്നെ ഇവർ പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെയും ഇവരൊരു ക്രിമിനൽ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ, ഈ പിടിയിലായവർക്ക് ക്രിമിനൽ പശ്ചാത്തലം അടക്കമുണ്ട് എന്നത് വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ചില കേസുകളിൽ ഉൾപ്പെട്ടതായുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരെ തട്ടിക്കൊണ്ടുപോയി വഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷം ഈ പരാതിക്കാരനായ ആലുവ സ്വദേശിയെ പിടിച്ച കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണമെന്നൊരു വിശദാംശങ്ങളുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മിഥുന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. 2023 തൃശ്ശൂരിൽ നടത്തിയ ഒരു സ്വർണ്ണാഭരണ മോഷണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നതാണ് പോലീസിന് മനസ്സിലാകുന്നത്. അതാണ്. എന്തായാലും നടിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് സാധ്യത. പോലീസിന്റെ നീക്കം അങ്ങനെയാണ്.